നല്ല രുചിയുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടും എന്നാൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഒരു 5 കോഴിമുട്ട ഉണ്ടെങ്കിൽ അത് റെഡിയാക്കാവുന്നതാണ്. നമ്മൾ ഈ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഈ സ്ട്രീറ്റ് ഫുഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുണ്ട്. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ റോഡിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ആ രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റം ഒന്നും വേണ്ട. ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, പുഴുങ്ങി അതിൻ്റെ തോടെല്ലാം പൊളിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 5 കോഴിമുട്ട ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള സവോള എടുക്കുക. ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെക്കുക. ഒരു 3-4 സവോള നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. കുറച്ച് കടലമാവുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ പൊടിയായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞത്, 2-3 പച്ചമുളക്, ഒരു ചെറുനാരങ്ങ, കുറച്ച് ഓയിലൂടെ എടുക്കുക. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അത് നമുക്ക് വഴിയാ കാണിച്ചു. അപ്പോൾ നമുക്ക് ഈ പുഴുങ്ങിയ കോഴിമുട്ട ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ പ്രത്യേകം പറയേണ്ട, ഇതിൻ്റെ അകത്ത് ഉണ്ണി നമുക്ക് എടുക്കണ്ട. കാര്യം ഇതിന് നമുക്ക് ഉണ്ണിയുടെ ആവശ്യമില്ല. ഉണ്ണി മാറ്റി വെക്കുകയാണ്. അപ്പം നമ്മൾ 5 മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 5 എടുത്തിട്ടുള്ളൂ. നമുക്ക് അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതലെടുക്കാവുന്നതാണ്. ഇതേപോലെ ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂണ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മൊത്തം 2 ടീസ്പൂൺ ഉണ്ടായിരുന്നു. നമ്മൾ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതേപോലെ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനൊരു ഏതായാലും 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. പോരാഴിയുണ്ട്, പിന്നെ ചേർക്കണം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയാണ്. ഒരു കളറിനൊക്കെ വേണ്ടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും എരിവ് പാകത്തിന് വേണം. കുട്ടികളാകുമ്പോഴത്തേക്ക് അത് എരിവ് കുറച്ച് വേണം. അത് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ട. അത് പൊട്ടിച്ച് ഗ്ലാസ്സിലോട്ട് ഇനി നമുക്ക് ഈ അടിച്ച് വെച്ചിരിക്കുന്ന കോഴിമുട്ട അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടിയിട്ട് ഒന്ന് ഇളക്കി ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. കാരണം ഈ മസാലയും ഉപ്പും ഒക്കെ അതിൽ പിടിക്കണം. അപ്പോൾ ഈ രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുപ്പ് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ചൂടായതിന് ശേഷം കൈ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ കൈ കൊണ്ട് തന്നെ ഇത് കുറേശ്ശെ അങ്ങോട്ട് വാരിയിടാം. ഇന്നാൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് അവിടെ ഞാൻ കണ്ട ഐറ്റം. അപ്പോൾ എനിക്ക് അന്നേ മനസ്സിൻ്റെ അകത്തൊരു ഐഡിയ വന്നു, എടാ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കി. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് തീ ഒരു മീഡിയം രീതിയിലാക്കാം. ഒരു ഭാഗം ഒന്നും പൊരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കും. ഈ സംഭവം ഒരു വെറൈറ്റി ആയിട്ടല്ലേ? രണ്ട് ഭാഗം ഒന്ന് മുരിഞ്ഞിട്ട് കൊടിയെടുക്കും. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ സ്ട്രീറ്റ് ഫുഡും അതുപോലെ തട്ടുകടയിലും ചായയും ഈ കടികൾ എണ്ണക്കടികളൊക്കെ ഉണ്ടല്ലോ പല ആൾക്കാർക്കും വലിയ ഇഷ്ടമാണ്. കാര്യം എന്നാണെന്നറിയാം, പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോകാം. വന്നത് വലിയ കാശ് ചെലവും ഇല്ല. ഇപ്പം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട്
നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ചുമന്ന് എടുത്താൽ മതി. ആ ഒരു രീതിക്ക് വേണം ഇത് എടുക്കാനായിട്ട്, കരിഞ്ഞും പോകണം. അപ്പോൾ ഇത് 2 ഭാഗവും ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും ഇത് കോരിയെടുക്കുക. നമ്മുടെ പ്രേക്ഷകർ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര മേക്കപ്പൊക്കെ ചെയ്തിട്ടാണോ നിൽക്കുന്നത്? സത്യത്തിൽ നമുക്കല്ലേ അറിയാവുന്നത്. ഈ വെള്ള ട്യൂബ് ലൈറ്റും ഈ വെള്ള ലൈറ്റിൻ്റെയൊക്കെ വെട്ടത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും നമ്മളങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്ത് അത്യാവശ്യം ഇച്ചിരി പൗഡറൊക്കെ ഇടും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ എണ്ണയൊന്ന് നിർത്തി ഇങ്ങോട്ട് കോരി ഇങ്ങോട്ടിട്ട് ഒരുപാട് സമയം ഇത് എണ്ണയ്ക്കകത്ത് കിടക്കല്ലേ, കാര്യം പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്ക് ഞാൻ കോരി എടുത്തോണ്ട് കോരി വിടും. പരിപ്പോടയോ? അത് സത്യമാണ്, ഒരു പരിപ്പോഴയുടെ ഷേപ്പൊക്കെ ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ എണ്ണ കുറച്ചങ്ങ് മാറ്റാം. വേണ്ട അല്ലേ? അപ്പം ഇത് വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ, തണുത്തതിന് ശേഷമാണ് ഒഴിക്കുന്നത്. ഇത് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ബാക്കി അങ്ങ് മാറ്റി വെക്കുക. അപ്പം നമ്മളിത് വറുത്ത് വെച്ചു. ഇനി നമുക്ക് ഒരല്പം പണിയോടുണ്ട്. എന്താണെന്നല്ലേ, ഈ ചൂടായിരിക്കുന്ന ആ എണ്ണയ്ക്കകത്തിട്ട് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ അങ്ങോട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കണം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് ഇച്ചിരി കരിയാപ്പില വേണം. നാടൻ സ്റ്റൈൽ തന്നെ ആയിക്കോട്ടെ എന്നാ. മതി. ഇച്ചിരി കരിയാപ്പില ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന സവാള ഇതുപോലെ ഒന്ന് അടത്തി അങ്ങ് എടുക്കുക. സവാളയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇത് നമുക്ക് ഇതിനകത്തിട്ട് 2-3 പച്ചമുളകും കൂടെ അങ്ങോട്ട് കീറി അങ്ങോട്ട് പച്ചമുളക് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ സവാള ഒരുപാട് വെന്ത് പോകണ്ട, എന്നാൽ അതിൻ്റെ ആ പച്ചക്കടി ഒന്ന് മാറുകയും ചെയ്യും. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒരല്പം പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു മസാലപ്പൊടി, ചെറിയൊരളവിൽ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ഒരല്പം നാരങ്ങാനീരൂടെ ഇതിൻ്റെ അകത്തോട്ട് പിഴിഞ്ഞിരിക്കും. ഒരു ശക്കല നാരങ്ങാനീര് കൊണ്ട് പിഴിഞ്ഞെടുക്കും. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇച്ചിരി നാരങ്ങാനീര് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഒരു ഉപ്പ് പൊടി കിട്ടും ഇല്ലല്ലോ? ഇതിനാവശ്യമുള്ള ഒരു ലേശം ഉപ്പ് പൊടി മതി. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരല്പം സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനാണ് കേട്ടോ. ഇതേപോലെ ഒരുപാട് വേണ്ട, ഒരല്പം ഒഴിച്ചു കൊടുത്താൽ. അപ്പം 2 സോസ് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണേൽ ക്യാപ്സിക്കം ഇടാം, സ്പ്രിംഗ് ഓനിയനൊക്കെ അരിഞ്ഞിടാം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഇപ്പം മുട്ട കൊണ്ട് വേണമെങ്കിൽ 65 എന്ന് വേണമെങ്കിലും പറയാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും ഇതെല്ലാം കൂടെ മുട്ടിട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി നല്ലപോലെ ഗ്രേവിക്കകത്ത് മിക്സ് ചെയ്തെടുക്കുക. ഒരല്പം മല്ലിയിലൊക്കെ ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഒരു സ്ട്രീറ്റ് ഫുഡ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അല്ല. ഇനി ഇതങ്ങ് നിർത്താം. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലോട്ട് അപ്പം നമ്മുടെ ഇത് റെഡിയാക്കിയ ശേഷം ഇങ്ങനെ അങ്ങോട്ട് അല്ലേ. നമുക്കും ഇതുവരെ മുഴുവനൊക്കെ കുത്തിയൊന്ന് കഴിക്കട്ടെ അല്ലേ? പിന്നെന്താ, എല്ലാവരും കഴിക്കുന്നതാണ്. അപ്പം ഇതേ രീതിയിലാണ് ആ സ്ട്രീറ്റ് ഫുഡ് ഞാൻ കണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇത് കമ്പി പിടിക്കും. അങ്ങനെ പിടിക്കും. പിന്നല്ല
നമുക്കും വല്ലപ്പോഴും ഇതുപോലൊക്കെ ഒന്ന് കഴിക്കാം. കഴിക്കാം. മൊത്തമായിരുന്നു. നല്ല രുചിയുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. കൊള്ളാം. നമ്മൾ ചെയ്തുകൊണ്ട് പറയല്ല കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു കാരണമില്ല. ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് അല്ല വെച്ചാൽ വേറെ വെറൈറ്റി ടേസ്റ്റ്. രുചികരമായ ഒരു ഐറ്റം തന്നെ കേട്ടോ. എന്തായാലും ചെയ്ത് നോക്കിക്കോ. ഏതായാലും പൊളി ഐറ്റം കേട്ടോ. സ്ട്രീറ്റ് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്കറിയാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊക്കെ പറ്റിയതാണ്. പിന്നെ വേറെ ആരുണ്ട്, ഇപ്പോൾ ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെയുള്ള കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് അങ്ങനെ വേണേലും കഴിക്കാം. അല്ല ചുമ്മാ ആണേലും തിന്നാം. ചുമ്മാ വേണം, എങ്ങനെ വേണേലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് സമയമൊന്നും എടുക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഐറ്റം. പിന്നെ ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.